ഹായ്. സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് ഉണ്ടാവും. പക്ഷെ അവർക്ക് അതൊരു ബിസിനസ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഒരു കമ്പനി ആക്കിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലർക്കും അറിയില്ല. കാരണം പ്രോപ്പറായിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു അറിവില്ല. നമുക്കറിയുന്ന ബേസിക് ബിസിനസ് ഐഡിയാസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഇതൊരു നല്ല കമ്പനി, ചെറിയ ചെറിയ കമ്പനികൾ കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഉള്ള ഒരു കമ്പനി ആണോ എന്ന് നോക്കാം. എന്നിട്ട് ആ ഒരു കമ്പനി ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. സോ ഞാൻ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇത് നിങ്ങളുടെ ബിസിനസ് ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ലൈഫിലാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു സൈക്കിൾ പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യുന്നു, പിന്നീട് മെഷർ ചെയ്യുന്നു, എന്നിട്ട് ലേൺ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ. അപ്പോൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടാവണം. സോ ഈ ഒരു ഐഡിയയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ ആ ഒരു സംഗതി, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് അടുത്തത് നമ്മളടുത്ത് വേണ്ടത് ഇത് മെഷർ ചെയ്യണം. അതായത് ഇത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണം, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. സോ അതിൽ നിന്നായിരിക്കും നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടുക. ഈ ഡാറ്റയിൽ നിന്ന് വേണം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് പഠിച്ചിട്ടാണ് വീണ്ടും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ, അപ്പം ഒരു കൂട്ടം ആളുകൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ആ ഒരു ഐഡിയ ഒന്നും കൂടി ബിൽഡ് ചെയ്യും. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് സൈക്കിൾ. ഓക്കെ. സോ ഈ ഒരു ബിൽഡ്, മെഷർ, ലേൺ, ഈ ഒരു 3 കാര്യങ്ങളും എപ്പോഴും നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊരു മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ബിൽഡ് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നിങ്ങൾ എവിടെ നിങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ആർക്ക്, ഏത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് വലിയ സ്കെയിലിൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് പരാജയപ്പെടും, നിങ്ങൾക്കും വലിയ ലോസ് സംഭവിക്കും. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് ആദ്യം, ഇപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പിൽ ഉള്ള നിങ്ങളുടെ എംപ്ലോയീസിന് നിങ്ങൾ ആദ്യം ഈ സാധനം കൊടുത്തു നോക്കുക. അവരത് യൂസ് ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടുന്നുണ്ടോ, എങ്ങനെ അതിൽ നിന്നൊരു വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അവർ ഈ സാധനം യൂസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അവർക്ക് ആ സാധനം യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു വാല്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു വാല്യൂ വെച്ചിട്ട്, അതായത് ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ 2 സ്റ്റേജ്, ഇതിൻ്റെ ഒരു ഗ്രോത്തിങ് സ്റ്റേജ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് വാല്യൂ ഹൈപ്പോതെസിസ് എന്ന് പറയും, അതേപോലെ ഗ്രോത്ത് ഹൈപ്പോതെസിസ്. സോ ഈ വാല്യൂ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു സാധനം പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഒരു ആദ്യത്തെ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ചെറിയ കൂട്ടം ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനാവാം, റിലേറ്റീവ്സിനാണ് നമ്മൾ കൊടുത്തിട്ട് അവരത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടോ, അവരത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വാല്യൂ, അതായത് അവർ ഈ ബിൽഡ് ചെയ്ത് നമ്മൾ കൊടുത്ത ഈ സാധനം അവർ യൂസ് ചെയ്ത് അവർ വേറൊരാൾക്ക് ഇത് റെഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും, നമ്മുടെ ബിസിനസ് ഒന്നും കൂടി ഗ്രോ ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ വേണം ഇത് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ വാല്യൂ ഹൈപ്പോതെസിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മാർക്ക് സക്കംബർഗിന്റെ പ്രൊഡക്റ്റാണ്, അതായത് ഫേസ്ബുക്ക് മാർക്ക് സക്കംബർഗ് റിലീസ് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്റ്റുഡൻസ് ആ ഒരു ഫേസ്ബുക്കിനകത്ത് ഒരു ദിവസം തന്നെ 1, 2, 3 പ്രാവശ്യം കണ്ടിന്യൂസ് കയറാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. സോ അങ്ങനെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ആക്ച്വൽ ഫേസ്ബുക്കിനെ ഒരു ഗ്രോത്ത് ഹൈപ്പോത്തിസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് ആ സ്റ്റുഡൻസ് തന്നെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ തുടങ്ങി. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഫേസ്ബുക്കിന് കിട്ടിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് $5 ലക്ഷം ആയിരുന്നു. അതിനുശേഷം വിത്തിൻ 1 ഇയർ മില്യൺസ് ആണ് ഫേസ്ബുക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു മെയിൻ റീസൺ ഇൻവെസ്റ്റേഴ്സ് നോക്കിയിട്ടുള്ളത് ഇതിന്റെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇതിന്റെ ഒരു ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം അതൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ഒരു ഗ്രോത്ത് റെഫറൻസ് വരുന്നുണ്ട്. അത് ത്രൂ നല്ല രീതിയിലുള്ള ബിസിനസ് ബിൽഡ് ചെയ്യും എന്നുള്ള ഒരു ഒരൊറ്റ വിശ്വാസത്തിലാണ് പല ഇൻവെസ്റ്റേഴ്സും മില്യൺസ് ഓഫ് ഡോളേഴ്സ് അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും, പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു വലിയ സ്കെയിലിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഒരു വലിയ സ്കെയിലിൽ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, എത്ര വലിയ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും അവർ ആദ്യം റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് MVP എന്ന് പറയും, അതായത് മിനിമം വയബിൾ പ്രൊഡക്റ്റ്. അവരൊരു ചെറിയ രീതിയിലായിരിക്കും ആ ഒരു ബിസിനസ്സിനെ എക്സിക്യൂട്ട് ചെയ്ത് അവർ ആ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് എൻട്രി ആയതിനു ശേഷം ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കായിരിക്കും അവരവിടെ ആ ഒരു പ്രൊഡക്റ്റ് ആദ്യം കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് അവർ പഠിക്കും. അവരിന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് കിട്ടും. ആ ഡാറ്റാസ് നോക്കിയിട്ട് അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തണം, എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്, അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു നല്ല പ്രൊഡക്റ്റ് ആയിട്ട് ഒരു വലിയ കൂട്ടം കസ്റ്റമേഴ്സിലേക്ക് അവർക്ക് പിന്നീട് അത് റിലീസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു നല്ല സ്റ്റോക്ക്, നല്ലൊരു കമ്പനി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് നമുക്കറിയാം, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ വലിയ ലാർജ് ക്യാപ് കമ്പനീസ് ഉണ്ട്, മീഡിയം ക്യാപ് കമ്പനീസ് ഉണ്ട്, സ്മോൾ ക്യാപ് കമ്പനീസ് ഉണ്ട്. അപ്പൊ ഈ സ്മോൾ ക്യാപ് കമ്പനീസിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് കൂടുതലാണ്. പക്ഷെ അത് കമ്പനി വളരെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ, ഇപ്പൊ നമ്മൾ ലാർജ് ക്യാപ് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു 100%, 200% റിട്ടേൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റയറസ്റ്റ് കേസാണ്. നമുക്ക് അതിന് ഇൻവെസ്റ്റ്മെന്റിൽ അത്രയും വലിയൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ. പക്ഷെ നിങ്ങളൊരു സ്മോൾ ക്യാപ് കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിത്തിൻ 1 ഇയർ ചിലപ്പോൾ 300% അല്ലെങ്കിൽ 200% റിട്ടേൺസ് കിട്ടുന്ന കമ്പനീസ് ഉണ്ട്, കിട്ടിയ കമ്പനികളുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റസ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് സ്മോൾ കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ബിൽഡ്, മെഷർ, ലേൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്ലിക്കബിൾ ആണോ, ഈ കമ്പനി ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതിനൊരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇതിന്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കമ്പനി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഈ ഒരു കാര്യങ്ങൾ എപ്പോഴും നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കമ്പനി കണ്ടെത്തിയിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അങ്ങനെ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ ബൈ.